ഗൈസ് നമ്മൾ വിഷു ആഘോഷിക്കാൻ പോവാണ് ഗൈസ്. എങ്ങോട്ടാ പോകുന്നു ഗൈസ്? നമ്മൾ ചേലക്കരയ്ക്കാണ് പോകുന്നത്. ചേലക്കര നമ്മുടെ അർജുൻ ചേട്ടൻ, അരുൺ ചേട്ടൻ അങ്ങനെയൊക്കെ ഉള്ള അവരുടെ അടുത്തേക്കാണ് നമ്മൾ പോണേ. അപ്പൊ ബാക്കി അവിടെ ചെന്നിട്ടാ ഇതൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. അടുത്ത വർഷം ഇതേപോലെ എല്ലാം നടന്നു നിൽക്കട്ടെ എന്നുള്ളൊരു സങ്കല്പത്തില് സമൃദ്ധി. നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടോ, ചേട്ടന്മാരെ വീട്ടിലെത്തി. അപ്പോൾ നോക്കുമ്പോൾ വിഷുവിൻ്റെ കണികളിലെ സാധനങ്ങളും എല്ലാം ഇരിക്കണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കണി വെച്ചെടുക്കണമൊക്കെ കാണുന്നു കേട്ടോ. അവിടെ ചെന്നവർ ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഇത്, എങ്ങനെയാണ് ഇത് എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറയാണ് നല്ല സമൃദ്ധിയായിട്ടില്ല വർഷവും ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞ് തരികയാണ് കേട്ടോ. നമ്മൾ അർജുൻ ചേട്ടനാണെങ്കിലോ പായസം ഉണ്ടാക്കണ തിരക്കിലാണ്. നട്ടപ്പറ വെയിലാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂടല്ലേ ഈ സമയത്ത്. നല്ല അരിപ്പായസമാണ് കേട്ടോ. അത് പാലട എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നല്ല അടിപൊളി അരിപ്പായസമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിഷുക്കൈ നീട്ടും. എനിക്കിതുപോലെ ആദ്യമായിട്ടാണ് കേട്ടോ വിഷുക്കൈ നീട്ടം കിട്ടണേ. അച്ഛൻ്റെ വക എനിക്കുക്കാക്കും, അരുൺ ചേട്ടൻ്റെ വക എനിക്കുക്കാക്കും, പിന്നെ ആരുടെ വക അർജുൻ ചേട്ടൻ്റെ വക, അങ്ങനെ ഓരോരുത്തരുടെ വക ഇങ്ങനെ ഫുള്ള് കൈനീട്ടങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഉള്ളവരുടെ പാപ്പന്മാരും അച്ഛന്മാരും അച്ഛമ്മയും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നല്ല എല്ലാ വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അവിയൽ, സാമ്പാർ, എനിക്കൊന്നും ഓരോന്നിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെയൊക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഈ ഒരു അങ്കിൾ പോലീസാണ്, നമ്മളെ ഏത് സ്റ്റേഷനിലാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഇതെല്ലാം ഫുഡ് ഉണ്ടാക്കിയത് നമ്മൾ അർജുൻ ചേട്ടനാണ് കേട്ടോ. അവർ അതിലിരുന്ന് പറയുന്നത് അടിപൊളി സദ്യയൊക്കെ കഴിച്ചു, എല്ലാതും ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സദ്യയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വല്ല പരിപാടിക്ക് നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. കല്യാണത്തിന് ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് ഈ ഫുഡ് കഴിക്കുക, അതാണ് മെയിൻ നമ്മുടെ പരിപാടി. അങ്ങനെ അവിടെ നിന്നിട്ട് കുറേ നേരം തോക്കോട്ടൊക്കെ വെച്ച് കളിച്ചു കേട്ടോ. പറക്കുന്നേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർ പറമ്പിലേക്ക് ഈ പടക്കൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ പോയില്ല. ഞാനവിടെ ഉണ്ണിയുടെ അടുത്തിരുന്നുണ്ട്. പിന്നെ ഉണ്ണിക്ക് പോലെ ഞാൻ പറഞ്ഞില്ല ജലദോഷമായതുകൊണ്ട് അവരവിടെ ഇരുന്ന് എനിക്ക് ഭയങ്കര ഞാനും അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. പൊട്ടിക്കാനൊന്നും പോയില്ല. പിന്നെ ഒന്നാമത് ഞാൻ അടുത്തുനിന്ന് പൊട്ടിക്കാൻ ഭയങ്കര പേടി, ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ പേടിയാണ് കേട്ടോ. അപ്പം ഞാനത് അവിടെ ഇരുന്നു ഇങ്ങനെ. അപ്പോൾ ഇവർ ഇതൊക്കെ പൊട്ടിക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് പടക്കൽ, എനിക്ക് കമ്പത്തിരി, കള്ളച്ചക്രം, മേശപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് ഇതിങ്ങനെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം എല്ലാവരും കൂടിയിട്ട് അതൊക്കെ പൊട്ടിച്ചു കേട്ടോ. അതെ, ഈ അവിടെ അക്ഷയ സെന്ററിലല്ലടാ ഈ വർക്ക് ചെയ്യണത്. ചകരൊക്കെ ഫോൺ എടുക്കോ? കഴിക്കണല്ലോ സദ്യ. നമുക്കന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് 2 മണി 3 മണി ടൈം ഞങ്ങൾ വേഗം ഇറങ്ങി അവിടെ നിന്ന്. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ.